എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ്, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ട് ഡ്രൈ റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ നോക്കാം. 3 സവോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഒരു പരിപാടിയുണ്ട്, അത് നമ്മൾ വഴിയെ കാണിച്ചു തരും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ്. പിന്നെ 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നടുവേ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി സാധനങ്ങൾ നോക്കാം. ഇവിടെ ഒരു 4 തക്കോലമുണ്ട്, 4 ഗ്രാമ്പുണ്ട്, ഒരു ഏലക്കയുണ്ട്, ഒരു കഷ്ണം പട്ടയുണ്ട്, ജാതിപത്രിയുണ്ട്, പിന്നെ പെരിഞ്ചീരവും കുരുമുളകുണ്ട്. കുരുമുളക് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് പൊടിച്ചും കൂടി എടുക്കണം. പിന്നെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും വേണം. പിന്നെ ബാക്കി സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് മല്ലിപ്പൊടിയും കൂടി വേണം. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ അടിപൊളി ചിക്കൻ ഡ്രൈ റോസ്റ്റിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. നമ്മൾ കുക്കർ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വന്നപ്പോൾ നമ്മളതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചിക്കൻ കുക്കർ വെച്ചിട്ട് ഒന്ന് മസാലയൊക്കെ വെച്ച് വഴറ്റി വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. കാരണം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് റെഡിയായി കിട്ടും. അതിന് ശേഷമാണ് നമ്മൾ ഒരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്കിനി എണ്ണ ചൂടാവുന്നത് നോക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള വഴന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റിന് ആവശ്യമായ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കാണാം. സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയിൽ നിന്ന് 3/4 ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് അവിടെ മാറ്റി വെക്കാം. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല നന്നായിട്ട് മൂത്ത മണം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പെറുക്കിയിട്ട് കൊടുക്കാം. മുഴുവനും പെറുക്കിയിട്ടിട്ട് കാണാം. ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും മല്ലിയിലും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതുപോലെ തന്നെ 1/4 ഗ്ലാസ് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 വിസിൽ കേൾപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റാം. ആവി പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു. നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ചിക്കൻ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കാണാം. കുക്കറിൽ നിന്ന് നമ്മളിതാ ചീനച്ചട്ടിയിലോട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. അത് നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് കാണാം. ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെറുതീയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി ആ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇട്ടിട്ട് കാണാം. മസാലപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവൻ ഇളക്കിയിട്ടൊന്ന് കാണാം. ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് സവോള മാറ്റി വെച്ചിട്ട് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവോള നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു വറുത്ത സവോള ഇടുമ്പോൾ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളിയാണിത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് കാണാം.
അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലെടുത്തിട്ട് കാണാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. സവാള വറുത്തിട്ടത് കൊണ്ട് തന്നെ നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. നല്ല രസമാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.